വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ ഉമ്മ ഷെമി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി മകനെ രക്ഷിക്കാനുള്ള സമീപനമാണ് പ്രകടമാക്കുന്നത്. വീണ്ടും വീണ്ടും അവർ പറയുന്നത് കട്ടിലിൽ നിന്നും തലയിടിച്ചു വീണതെന്നാണ്. അഫാന്റെ ഉമ്മയുടെ മൊഴി കേസിന് നിർണായകമാണ്. എന്നാൽ ഷെമിയുടെ മൊഴി അഫാനെ രക്ഷപ്പെടുത്തിയേക്കില്ല. അതിന് കാരണം സാഹചര്യ തെളിവുകളും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാൽ അഫാന് പൂട്ടുവീഴുമെന്ന കാര്യം ഉറപ്പാണ്. തന്റെ മകൻ ഇത്രയും പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കാര്യം ഷെമിയെ ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. മാനസിക നില അല്പം കൂടി മെച്ചപ്പെട്ടതിനു ശേഷം അക്കാര്യം അറിയിക്കാൻ കഴിയുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതറിഞ്ഞു കഴിയുമ്പോൾ ഷെമിയുടെ മൊഴിയിൽ മാറ്റമുണ്ടാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം അപ്പോഴായിരിക്കും ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. നിലവിൽ കുടുംബത്തിന് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ഷെമിക്ക് അറിയാത്തതിനാൽ പോലീസ് ഈ മൊഴി അന്വേഷണത്തിനായി പരിഗണിക്കുകയില്ല. അഫാൻ ആദ്യം ഷെമിയെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം ബാക്കിയുള്ളവരെയും കൊലപ്പെടുത്തി. എല്ലാവരെയും കൊന്ന രീതി നോക്കിയാൽ പ്രതി ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നു എന്നത് വ്യക്തമാണ്. കാരണം ഒരാളെ കൊന്ന ശേഷം അഫാൻ തന്റെ ഉമ്മുമ്മയെയും വാപ്പയുടെ സഹോദരനെയും ഭാര്യയെയും കൊല്ലാൻ കിലോമീറ്ററുകളാണ് സഞ്ചരിച്ചത്. കുറ്റകൃത്യം ചെയ്യാൻ യാത്ര ചെയ്തു പോകുമ്പോഴും പ്രതി മനസ്സ് മാറ്റിയിരിക്കേണ്ടതാണല്ലോ. എന്നാൽ പ്രതിക്ക് അക്കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ലെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അതിൽ നിന്ന് വിലയിരുത്താൻ കഴിയുന്ന വസ്തുത അഫാൻ ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നു എന്നതാണ്. അതേസമയം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തനിക്ക് ഒരു അറിവും ഇല്ലായിരുന്നു എന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നൽകിയിരിക്കുന്ന മൊഴി. ഗൾഫിൽ ഒളിവിൽ കഴിയുന്നത് കൊണ്ട് തന്നെ കുടുംബവുമായി എപ്പോഴും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. മാത്രമല്ല 65 ലക്ഷം രൂപയുടെ കടബാധ്യതയെക്കുറിച്ച് അറിവില്ലെന്നാണ് അബ്ദുൾ റഹീം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉടനടി വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം. വെള്ളിയാഴ്ച രാത്രിയാണ് മജിസ്ട്രേറ്റ് ഷെമിയുടെ മൊഴിയെടുത്തത്. വെഞ്ഞാറമൂടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയത്. ബന്ധുക്കളോടും പോലീസിനോടും മുമ്പ് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് മജിസ്ട്രേറ്റിനോടും ഷെമി ആവർത്തിച്ചത്. കിടക്കയിൽ നിന്ന് വീണതിനെ തുടർന്നാണ് പരിക്കേറ്റതെന്ന് ഷെമി പറയുന്നു. കുടുംബത്തിന് സംഭവിച്ച അതിദാരുണമായ ദുരന്തത്തെക്കുറിച്ച് ഷെമിക്ക് അറിവില്ലാത്തതിനാൽ പോലീസ് ഈ മൊഴി അന്വേഷണത്തിന്റെ ഭാഗമായി പരിഗണിക്കുകയില്ല.